നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിയമവിരുദ്ധമായി ബോർഡ് സ്ഥാപിക്കുന്നവരെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യമാണിത്. സംസ്ഥാനത്ത് ഫ്ലെക്സുകൾ ഉൾപ്പെടെ നിയമവിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്തതിലാണ് രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പിഴ ഈടാക്കാത്തതെന്ന നിർണായകമായ ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ കണ്ടാൽ കൊച്ചി കോർപ്പറേഷന് മുട്ടിടിക്കുമോ എന്നും ചോദിച്ചിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. 50 ലക്ഷം രൂപയെങ്കിലും പിഴ ഇനത്തിൽ കോർപ്പറേഷന് കിട്ടുമായിരുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസ് അടുത്ത ബുധനാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണം സമൂഹത്തോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് രാഷ്ട്രീയക്കാർക്ക് എന്നാണ്. മറ്റുള്ളവർ മാതൃകയാക്കുന്നത് അവരെയാണെന്നും കോടതി നിരീക്ഷിച്ചു. അങ്ങനെയുള്ളപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്താണ് അവസ്ഥ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദ്യമുന്നയിക്കുകയുണ്ടായി. ഈ ഫ്ലെക്സുകളുടെ കാര്യം പറയുമ്പോൾ കേന്ദ്രത്തിൽ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡുകളുമുണ്ട് എന്നും പ്രത്യേകം കോടതി പരാമർശിക്കുകയുണ്ടായി. എന്തിനാണ് കോർപ്പറേഷൻ നടപടി എടുക്കാൻ ഇത്രയും ഭയപ്പെടുന്നത് എന്നതാണ് നിർണായകമായ ചോദ്യം. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് കോർപ്പറേഷന് പണമില്ലെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള റോഡുകളിലെല്ലാമായി ഒട്ടേറെ അനധികൃത ബോർഡുകളുണ്ട്. ആരാണ് അവ വച്ചിരിക്കുന്നത് എന്നതിന്റെ പേര് വിവരങ്ങളും കാണും. ഇതിനൊക്കെ പിഴ ഈടാക്കിയിരുന്നുവെങ്കിൽ കോർപ്പറേഷന് 50 ലക്ഷം രൂപയെങ്കിലും കിട്ടിയേനെ എന്നും കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, ഇത് വേണ്ടെന്ന് വയ്ക്കുകയാണെന്ന വിമർശനവും കോടതി ഉന്നയിക്കുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നാണ് കോടതിയുടെ നിർണായകമായ ചോദ്യം. ഇക്കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ അക്കാര്യം ചെയ്യുമെന്നും കോടതി തറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെ അനിശ്ചിതമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ കോടതി കടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അനധികൃത ബോർഡുകൾ വെക്കുന്ന പരസ്യ ഏജൻസികളെ നിരോധിക്കുന്ന കാര്യം അടക്കം ആലോചിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, വൈക്കം റോഡിൽ നിറയെ രാഷ്ട്രീയക്കാരുടെയും സിനിമകളുടെയും ബോർഡുകളാണ് ഉള്ളതെന്നും കോടതി വ്യക്തമാക്കി. മാത്രമല്ല, മാലിന്യ പ്രശ്നത്തിലും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ വിമർശനം. കനാലുകളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദമാണ് എന്നാണ് കോടതിയുടെ വിമർശനം. ഇത്തരക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കടുത്ത രീതിയിൽ ഈ വിമർശനം മുന്നോട്ട് വെച്ചത്. കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും എത്തുന്ന മാലിന്യം തടയാൻ കോർപ്പറേഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് കോടതി ചോദിച്ചു. ഭരണ സംവിധാനങ്ങളുടെ വീഴ്ച കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, കനാലുകളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് കൊച്ചി കോർപ്പറേഷനോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത്. തിരുവനന്തപുരത്തെ ജോയിയുടെ മരണം കണ്ണു തുറപ്പിക്കേണ്ടതാണ് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.